നമസ്കാരം. പ്രധാന വാർത്തകൾ. പരസ്യപ്രചരണത്തിന് ഇനി 10 നാൾ. കൺവെൻഷനുകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികൾ പര്യടനത്തിന്. വിവിധയിടങ്ങളിൽ മുന്നണി നേതാക്കൾ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളും സജീവം. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ തുല്യതയില്ലാത്ത വികസനവും ക്ഷേമപ്രവർത്തനവുമാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും ആളുകൾ ജീവിക്കാൻ കൊതിക്കുന്ന നാടായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതനിരപേക്ഷ മണ്ണായ ഗുരുവായൂരിലെ വർഗീയതയുമായുള്ള വിഭജന നീക്കം നാട് തള്ളിക്കളയുമെന്നും പിണറായി. ക്രൈസ്തവ സമൂഹം വിശുദ്ധ വാരത്തിലേക്ക്. നാളെ ഓശാന ഞായർ. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം 40 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെ വിശുദ്ധ സൈത്ത് കൂദാശ നടന്നു. വാർത്തകൾ വിശദമായി. പരസ്യപ്രചരണത്തിന് ഇനി 10 നാൾ. ആദ്യം തെരഞ്ഞെടുപ്പ് വിശേഷം. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ തുല്യതയില്ലാത്ത വികസനവും ക്ഷേമപ്രവർത്തനവുമാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും ആളുകൾ ജീവിക്കാൻ കൊതിക്കുന്ന നാടായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. LDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടുത്തെ കോൺഗ്രസും UDFും 2016 വരെ മാറി മാറി കേരളം ഭരിച്ചവരാണ്. വിവിധ ഘട്ടങ്ങളിൽ ഇത്തരമൊരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ കേരളത്തോടൊപ്പം നിൽക്കാൻ അവർ തയ്യാറായോ? കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ തയ്യാറായോ? പാർലമെൻറ്റിൽ നിരനിരയായി ഉണ്ടായിരുന്ന UDF MPമാർ ആരെങ്കിലും കേന്ദ്രത്തിനെതിരെ അരയക്ഷരം സംസാരിച്ചോ? ആ ഘട്ടത്തിലൊക്കെ കേന്ദ്രത്തെ പ്രീണിപ്പിക്കാൻ, കേന്ദ്രത്തിന് പിന്തുണ നൽകാൻ കേരള ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിയല്ലേ സംസാരിക്കാൻ തയ്യാറായത്? എന്താണ് അവർക്കുള്ള പ്രശ്നം? ദേശീയപാത വികസനം ഉൾപ്പെടെ വൻ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കേരളത്തിനായി. 900ഓളം സർക്കാർ സേവനങ്ങൾ ഓൺലൈനാക്കിയതുവഴി സേവനങ്ങൾ സുതാര്യവും അതിവേഗവുമാക്കി. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നത് ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല. സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെയും നേടിയെടുത്തതാണ്. കേരളത്തിൽ ഇടം ലഭിക്കാത്ത RSSും BJPയും പകപോക്കുകയാണ്. ജനസംഖ്യാനുപാതികമായി ലഭിക്കേണ്ട കേന്ദ്രവിഹിതം തരാതെ കേരളത്തെ വലയ്ക്കുകയാണ്. കടമെടുപ്പിനു പോലും പരിധി നിശ്ചയിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേരളത്തെ കേന്ദ്ര സർക്കാർ ഞെരുക്കുമ്പോൾ ശബ്ദമുയർത്തേണ്ട UDF MPമാർ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് പാർലമെന്റിൽ ചെയ്തത്. മതനിരപേക്ഷ മണ്ണായ ഗുരുവായൂരിൽ വർഗീയ വിഷം ചീറ്റുന്ന BJP നേതാവിന്റെ പ്രസ്താവന ഒറ്റപ്പെട്ടതല്ല. ഇവരുടെ വിഷം ചീറ്റൽ മതേതര മണ്ണായ ഗുരുവായൂരും കേരളവും തള്ളിക്കളയും. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ വർഗീയ കലാപങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടായിട്ടില്ല. ഒട്ടേറെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറാൻ കേരളത്തിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ കാര്യത്തിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നാം സംഘടിപ്പിച്ചു. ആ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്തോടും പറഞ്ഞു, ഇതെല്ലാം പൊതു പ്രശ്നമാണല്ലോ, നമുക്ക് ഒന്നിച്ച് നിന്നുകൂടെ, ഒന്നിച്ച് പ്രതിഷേധിക്കാം. ഞങ്ങളില്ല എന്നതായിരുന്നു മറുപടി. നമ്മുടെ നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും അതിൻ്റെ ഭാഗമായാണ് നാം അതിജീവനം കരുത്തോടെ നേടിയത്. നമ്മുടെ ഈ മണ്ണിന് അതിൻ്റേതായ ദീർഘമായ ചരിത്രമുണ്ട്. അത് ഒരു വർഷമോ ഒരു ദശാബ്ദമോ മാത്രം നീണ്ടു നിൽക്കുന്നതല്ല, അനേക കാലമായി നിലനിൽക്കുന്ന ഒരു ചരിത്രം. ഇത് മതനിരപേക്ഷതയുടെ വിളനിലമാണ്. ഗുരുവായൂർ ഒരു ആധ്യാത്മിക കേന്ദ്രമായി നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും കരുത്തുറ്റ മതനിരപേക്ഷതയുടെ വിളനിലമായൊരു കേന്ദ്രമാണ്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ CPI മണ്ഡലം സെക്രട്ടറി PK രാജേശ്വരൻ അധ്യക്ഷത വഹിച്ചു. LDF സ്ഥാനാർത്ഥികളായ NK അക്ബർ, ഗീതാ ഗോപി, C രവീന്ദ്രനാഥ്, ഗുരുവായൂർ നഗരസഭ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ C സുമേഷ്, TT ശിവദാസൻ, M കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു.
മതനിരപേക്ഷതയുടെ ഭാഗമായുള്ള ഈ നാടിൻ്റെ ആ അവസ്ഥക്ക് പോർലേൽപ്പിക്കാൻ ആളുകളുടെ മനസ്സിൽ വർഗീയതയുടെ വിഷം ചീറ്റാനുള്ള ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ജാഗ്രതയോടെ എല്ലാവരും കാണണം. ആ വിഷവിത്തുക്കൾ ഞങ്ങൾ യേശില്ല എന്ന ധാരണയോടെ നല്ല ജാഗ്രതയോടെ എല്ലാവരും അണിനിരക്കണം. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ പര്യടനം ആരംഭിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കാഞ്ഞിരക്കൂട് കൊടുമ്പിൽ നിന്ന് ആരംഭിച്ച പര്യടനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. KB ബബിത അധ്യക്ഷയായി. LDF മണ്ഡലം സെക്രട്ടറി MN സത്യൻ, നേതാക്കളായ പ്രേംരാജ് ചൂണ്ടലാത്ത്, EA ദിനമണി, KD ബാഹുലയൻ മാസ്റ്റർ, K കൊച്ചനിയൻ, ബിന്ദു ഗിരീഷ്, KT ഷാജൻ മാസ്റ്റർ, M നന്ദീഷ്, KM അഷ്റഫ്, S ബസന്തലാൽ, PS പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി, വേലൂർ, കടങ്ങോട് പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. രാത്രി 9 മണിക്ക് വെള്ളത്തേരിയിൽ പര്യടനം സമാപിക്കും. സമഗ്രമായ വികസനം, നാടിന്റെ വികസനം സാധ്യമാക്കിയ അദ്ദേഹം വീണ്ടും ജനസമക്ഷം സമ്മതിദായകരെ അഭിമുഖീകരിക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വിജയിക്കേണ്ടതുണ്ട്. ഈ നാടിന്റെ അഭിമാനമായിട്ടുള്ള പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. കുന്നംകുളം നിയോജക മണ്ഡലം BDJS സ്ഥാനാർത്ഥി KR റജിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശമേകി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും റോഡ് ഷോയും സംഘടിപ്പിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായുള്ള ഓഫീസ് ആരംഭിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി നിർവഹിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന റോഡ് ഷോ കർണാടക MLC N രവികുമാർ ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വലിയ പ്രതീക്ഷയാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വെക്കുന്നത്. വലിയ സുദീർഘമായ പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് നേരിടണം. കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് അനുകൂലമായ സാഹചര്യമാണ്. നേരത്തെ ഞങ്ങൾ നെന്മാറയിൽ ബഹുമാനായ തുഷാർജി ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ സമ്മേളിച്ചിരുന്നു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എല്ലാവരും ഒത്തുചേരണം, നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകണം. തുടർന്ന് നടന്ന യോഗത്തിൽ NDAയുടെ വിവിധ നേതാക്കൾ സംസാരിച്ചു. BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ താഷ്നാത്ത്, BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KS രാജേഷ്, അനീഷ് മാസ്റ്റർ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ഉല്ലാസ് MV, BJP മണ്ഡലം പ്രസിഡന്റ് ജെബിൻ പഴഞ്ഞി, BDJS ജില്ലാ വൈസ് പ്രസിഡന്റ് CB ശ്രീഹരി, BJP OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രജി ഷൈനൂർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സുനിൽകുമാർ, രേഷ്മ സുനിൽ, അഡ്വക്കേറ്റ് സോഫിയ ശ്രീജിത്ത്, മോനിഷ രജീഷ്, ശശികുമാർ മങ്ങാടൻ, ഷാജി ചക്കിത്തറ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി NK അക്ബറിന്റെ വിജയം സുനിശ്ചിതമാക്കുന്നതിനായി മണത്തല മേഖലാ വനിതാ പാർലമെന്റ് നടന്നു. ഖണ്ഡകർണസ്വാമി ക്ഷേത്ര പരിസരത്ത് നടന്ന വനിതാ പാർലമെന്റ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാവക്കാട് ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മണ്ഡലം SDPI സ്ഥാനാർത്ഥി KV നാസറിന് ചാവക്കാട് സെന്ററിൽ സ്വീകരണം നൽകി. മണ്ഡലം പ്രസിഡന്റ് KH ഷാജഹാൻ അധ്യക്ഷനായി. മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവീനർ KB ഷാഫി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് വടക്കൂട്ട്, ജില്ലാ കമ്മിറ്റി അംഗം സിദ്ദിഖുൽ അക്ബർ എന്നിവർ പങ്കെടുത്തു. മണ്ഡലം ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് ജബ്ബാർ അണ്ടത്തോട്, സെക്രട്ടറി സക്കറിയ പൂക്കാട്ട്, ഓർഗനൈസിംഗ് സെക്രട്ടറി ഷഫീദ് ബ്ലാങ്ങാട്, ജോയിന്റ് സെക്രട്ടറി ഷമീർ ബ്രോഡ്വേ, ട്രഷറർ ഡോക്ടർ സക്കീർ ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി. മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശക്തമായ ഇടപെടലുകൾ നടത്തും െന്ന് സ്ഥാനാർത്ഥി KV നാസർ പറഞ്ഞു. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CCTV അവതരിപ്പിക്കുന്ന ജനവിധി 2026 പ്രത്യേക സ്ഥാനാർത്ഥി ചർച്ചയുടെ സംപ്രേഷണം ഞായറാഴ്ച മുതൽ രാവിലെ 10 മണിക്ക് മണലൂരിലെ LDF സ്ഥാനാർത്ഥി മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ C രവീന്ദ്രനാഥിന്റെ വികസന സ്വപ്നങ്ങളാണ് ആദ്യ എപ്പിസോഡിൽ സംപ്രേഷണം ചെയ്യുന്നത്. രാവിലെ 10 മണിക്ക് പുറമെ വൈകിട്ട് 6-നും രാത്രി 10:30-നും ജനവിധിയുടെ പുനഃസംപ്രേഷണവും ഉണ്ടാകും. ആഗോള അതുപോലെ ദേശീയ തലങ്ങൾ വെച്ച് നോക്കിയാലും കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കിയാലും ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ടാവേണ്ട കാലഘട്ടം. ജനങ്ങൾ ഇടതുപക്ഷത്തിൽ മനസ്സൊന്ന് ആശ്രയിക്കുന്നൊരു കാലം. യുദ്ധം നടക്കും, അസമത്വം വളരും. അങ്ങനെ അവിടെയെല്ലാം ഇടതുപക്ഷത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നൊരു കാലമാണ്. ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ
ഈ മൂന്ന് മുന്നണികളും തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരു സംശയമില്ലാതെ ജീവിതം നാടകത്തിനായി സമർപ്പിച്ച വേലൂരിന്റെ സ്വന്തം നാടക കലാകാരനായ പ്രബലൻ വേലൂരിനെ ലോക നാടക ദിനത്തിൽ ആദരിച്ചു. സിപിഐ വേലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രബലന്റെ വീട്ടിലെത്തിയാണ് ആദരിച്ചത്. സിപിഐ കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് പ്രബലനെ പൊന്നാടയണിയിച്ചു. ജില്ലാ കൌൺസിൽ അംഗം KT ഷാജൻ മാസ്റ്റർ, വേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ്, AITUC മണ്ഡലം സെക്രട്ടറി PK രവീന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം 40 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെ വിശുദ്ധ സൈത്ത് കൂദാശ നടന്നു. 40ാം വെള്ളിയാഴ്ച സഭാ ആസ്ഥാനമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ 9-ാം മണി നമസ്കാരത്തിന് ശേഷം നടന്ന സൈത്ത് കൂദാശയ്ക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികനായി, സഭയിലെ വൈദിക ശ്രേഷ്ഠർ സഹകാർമ്മികരായി. മെത്രാപ്പോലിത്തയും വൈദികരും ഷെമ്മാശന്മാരും സഭാ ഭാരവാഹികളും ഇടവക ഭാരവാഹികളും പങ്കെടുത്ത ഘോഷയാത്രയോടെ ആരംഭിച്ച ശുശ്രൂഷകൾ വൈകിട്ട് 5-ഓടെ സമാപിച്ചു. ശുശ്രൂഷ മധ്യേ വിശുദ്ധ മാമോദീസയ്ക്ക് ഉപയോഗിക്കുന്ന സൈത്തും തൈലാഭിഷേക സൈത്തും കൂദാശ ചെയ്തു. ശുശ്രൂഷയ്ക്ക് ശേഷം വിശ്വാസികളുടെ നെറ്റിയിൽ മെത്രാപ്പോലിത്ത സൈത്ത് മുദ്രകുത്തി നൽകി. സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, തൊഴിയൂർ ഭദ്രാസന ഇടവക വികാരി ഫാദർ ബെന്യാമിൻ ചിറ്റ്ലപ്പള്ളി, സഭാ അൽമായ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് മാത്യു, തൊഴിയൂർ ഇടവക സെക്രട്ടറി ജോഷി ജോസ്, ട്രഷറർ റെയ്ബ്സൺ ബാബു എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. 22 ക്യാരറ്റ് 1 പവൻ സ്വർണ്ണത്തിന് 230 രൂപയാണ് വർദ്ധിച്ചത്. ഇന്ന് 1 ഗ്രാം സ്വർണ്ണത്തിന് 13,575 രൂപയും 1 പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 1,80,600 രൂപയുമാണ് വില. ഇന്നലത്തെ വിലയിൽ നിന്നും 1,840 രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്. ഇന്നലെ 2 തവണയാണ് സ്വർണ്ണവിലയിൽ കുറവ് വന്നിരുന്നത്. 1,06,120 രൂപയായിരുന്നു ഇന്നലെ രാവിലെ 1 പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില. രാത്രിയോടെ 1,06,760 രൂപയായി സ്വർണ്ണവില. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണ് നിരക്കുകളാണിത്. അന്താരാഷ്ട്ര വിപണിയിലെ അസ്ഥിരതയാണ് ഈ അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് കാരണം. ഇക്കഴിഞ്ഞ മാർച്ച് 23-ന് സ്വർണ്ണവില 99,480 എന്ന നിരക്കിലെത്തിയിരുന്നു. മന്നലാംകുന്ന് കുന്നത്തെ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശൈഖ് ഷംസുദ്ദീൻ ബാവൽ ഖാദിരിയുടെ 88-ാം ആണ്ട് നേർച്ച ആഘോഷവും ദുവാ സമ്മേളനവും നടന്നു. വെള്ളി ശനി ദിവസങ്ങളിലായിരുന്നു ആഘോഷം. ആണ്ട് നേർച്ചയുടെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് കുന്നത്തെ പള്ളി സെക്രട്ടറി PK ഹൈദറിന്റെ അധ്യക്ഷതയിൽ പള്ളി ഇമാം അഷ്കർ അലി ബദ്രി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് സാബിർ അസനി കണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തി. ശനിയാഴ്ച രാവിലെ പള്ളി പ്രസിഡന്റ് PH ഹംസു പതാക ഉയർത്തി. തുടർന്ന് 9 മണിക്ക് ഭക്ഷണ വിതരണവും ഉണ്ടായി. വൈകിട്ട് 4 മണിക്ക് മൗലീദ് പാരായണവും തുടർന്ന് മന്നലാംകുന്ന് മഹൽ ഖത്തീബ് ഉസ്താദ് മൻസൂർ ദാരിമി അയ്യായ മുഖ്യപ്രഭാഷണവും നടത്തി. ദുവാ സമ്മേളനത്തിന് സയ്യിദ് സൈനുദ്ദീൻ അൽ ബുഖാരി കൂരിക്കുഴി തങ്ങൾ നേതൃത്വം നൽകി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഷഹീർ പടിഞ്ഞാറയിൽ സ്വാഗതവും കൺവീനർ ഷംസുദ്ദീൻ കരിയാടൻ നന്ദിയും പറഞ്ഞു. നേർച്ചയാഘോഷത്തിന് ചെയർമാൻ ഷഹീർ പടിഞ്ഞാറയിൽ, കൺവീനർ ഷംസുദ്ദീൻ കരിയാടൻ, ട്രഷറർ ഷുഹൈബ് കുട്ടിയകത്ത് തുടങ്ങിയവരും ഷൈഖ് ഷംസുദ്ദീൻ ബാവൽ ഖാദ്രിയുടെ പേരക്കുട്ടികളും നേതൃത്വം നൽകി. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിന്റെ 45ാമത് വാർഷികാഘോഷമായ സുമാനസം 2026 വിവിധ പരിപാടികളോടെ നടന്നു. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് M. ചീരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാലസഹായ സമിതി രക്ഷാധികാരി ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പാൾ NJ ലിസി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതുച്ചേരി അരുവി റീഹാബിലിറ്റേഷൻ സെന്റർ ഡയറക്ടർ ഫാദർ വർഗീസ് പാലത്തിങ്കൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ മേഖലകളിൽ നിന്ന് ചൈതന്യയ്ക്ക് പിന്തുണ നൽകിവന്ന കോമള ബേക്കറി ഉടമ KN കോമള, ഇന്ദിര ബേക്കറി ഉടമ പ്രദീപ് കുമാർ, ശരവണ ബേക്കറി ഉടമ KK ബാലകൃഷ്ണൻ, KMO വെജിറ്റബിൾസ് ഉടമ മുഹമ്മദ് ഷഹീദ് എന്നിവരെ ആദരിച്ചു. LIC ഓഫ് ഇന്ത്യ ചൈതന്യ സ്കൂളിന് നൽകുന്ന 21 സീറ്റുള്ള പുതിയ വാഹനത്തിനായി 17,48,921 രൂപയുടെ ചെക്ക് കുന്നംകുളം LIC ചീഫ് മാനേജർ R. നന്ദകുമാർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ സുനിൽകുമാർ എന്നിവർ ചേർന്ന് കൈമാറി. ഡോക്ടർ താജ് പോൾ, ലയൺ CA, വിമൽ വേണു, സാമൂഹ്യ പ്രവർത്തക സലോമി ജേക്കബ്, ഫസലുദ്ദീൻ, കമറുദ്ദീൻ, ഗിൽബർട്ട് പാറമേൽ, M. രാംദാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ചൈതന്യയുടെ സ്ഥാപക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിച്ച ബാലസഹായ സമിതി രക്ഷാധികാരി അന്തരിച്ച അബി ഡേവിഡിനെ അനുസ്മരിച്ചു. തുടർന്ന് വൊക്കേഷണൽ വിഭാഗം നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ലാഭവിഹിതം വിദ്യാർത്ഥികൾക്ക് മെത്രാപ്പോലീത്ത കൈമാറി. ചടങ്ങുകൾക്ക് ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, കലാഭവൻ ബാദുഷിയും സംഘവും അവതരിപ്പിച്ച കോമഡി ഉത്സവം, സാക്സോഫോൺ നാഷണൽ അവാർഡ് ജേതാവ് കിഷോർ കുമാർ അന്തിക്കാട് അവതരിപ്പിച്ച സംഗീത പരിപാടിയും ഉണ്ടായി. ബാലസഹായ സമിതി ട്രഷറർ രാംദാസ് നന്ദി പറഞ്ഞു.
പൈതൃകം ഗുരുവായൂരിന്റെയും ചിറയൻകീഴ് ഗംഗാധരൻ നായർ സ്മാരക ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ ലോക നാടക ദിനം ആചരിച്ചു. പ്രശസ്ത കലാനിരൂപകൻ ഇ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. നാടക കലാകാരന്മാർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന നടൻ ശിവജി ഗുരുവായൂരിനെയും ചടങ്ങിൽ ആദരിച്ചു. കാഞ്ചന ജി നായർ, കെ യു കൃഷ്ണകുമാർ, ബിജു ബാലകൃഷ്ണൻ, മുരളി പുറനാട്ടുകര, മണലൂർ ഗോപിനാഥ്, ചന്ദ്രൻ ചങ്കത്ത്, സജീവൻ നമ്പിയത്ത്, ഡോക്ടർ എം എൻ രാജീവ്, ഷൈജൻ ശ്രീവത്സം, കെ കെ വേലായുധൻ, ശ്രീകുമാർ പി നായർ, രവി വട്ടരങ്ങത്ത്, മുരളി അകമ്പടി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തിരുവനന്തപുരം രംഗപ്രഭാത ചിൽഡ്രൻസ് തിയേറ്ററിന്റെ ആൽഫി 12 മിസ്സിംഗ് എന്ന നാടകം അരങ്ങേറി. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ പിടികൂടി. തെക്കേക്കര ചാഴിക്കുളം ജനാർദ്ദനന്റെ ഉടമസ്ഥതയിലുള്ള പുറംപറമ്പിലെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത്. രാവിലെ കൃഷിയിടത്തിൽ എത്തിയ ജനാർദ്ദനൻ തന്നെയാണ് കിണറ്റിൽ വീണ നിലയിൽ കാട്ടുപന്നിയെ കണ്ടത്. ഉടൻ തന്നെ വാർഡ് മെമ്പർ ഫ്രിജോ വടക്കൂട്ടിനെ വിവരം അറിയിച്ചു. വാർഡ് മെമ്പർ ഫ്രിനോ കണ്ണനായ്ക്കൽ എന്നിവർ ചേർന്ന് വിവരം അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏറെ നേരം പരിശ്രമിച്ചാണ് കാട്ടുപന്നിയെ കിണറ്റിനകത്തു നിന്നും പുറത്തെടുത്തത്. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,575 രൂപ, പവന് 1,80,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 245 രൂപ. ചരമം. തൊഴിയൂർ താഴശ്ശേരി കൊമ്പത്തയ്യൽ ഓയിൽ മില്ലിന് സമീപം താമസിക്കുന്ന പരേതനായ കാളിയത്ത് അബു മാസ്റ്ററുടെ മകൻ കാളിയത്ത് റഫീഖ് എന്ന റാഫി നിര്യാതനായി ഖബറടക്കം പാലേമാവ് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. 56 വയസ്സായിരുന്നു. റസീന ഭാര്യയും നിഹാല, ലിയാന, ഇശൽ എന്നിവർ മക്കളുമാണ്. കടപ്പുറം പുതിയങ്ങാടി പള്ളിക്ക് തെക്കുവശം താമസിക്കുന്ന കൊളങ്ങരകത്ത് പരീദ് ഭാര്യ ബീവാത്തു നിര്യാതയായി 70 വയസ്സായിരുന്നു. ഖബറടക്കം പുതിയങ്ങാടി ഹസൻ പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ഹുസൈൻ, ഷമീറ, റസിയ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പരസ്യപ്രചരണത്തിന് ഇനി 10 നാൾ. കൺവെൻഷനുകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികൾ പര്യടനത്തിന്. വിവിധയിടങ്ങളിൽ മുന്നണി നേതാക്കൾ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളും സജീവം. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ തുല്യതയില്ലാത്ത വികസനവും ക്ഷേമപ്രവർത്തനവുമാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും ആളുകൾ ജീവിക്കാൻ കൊതിക്കുന്ന നാടായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതനിരപേക്ഷ മണ്ണായ ഗുരുവായൂരിലെ വർഗീയതയുമായുള്ള വിഭജന നീക്കം നാട് തള്ളിക്കളയുമെന്നും പിണറായി. ക്രൈസ്തവ സമൂഹം വിശുദ്ധ വാരത്തിലേക്ക്. നാളെ ഓശാന ഞായർ. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം 40 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെ വിശുദ്ധ സൈത്ത് കൂദാശ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.